നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയ. തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക? ഹിറ്റ്ലറിന്റെ നന്മയും ജൂതന്മാരുടെ കൂട്ടക്കൊലയും. അതെന്താ, ഹിറ്റ്ലർ ഇത്രയ്ക്കും നല്ല മനുഷ്യനായിട്ടാണോ, നന്മയുള്ള മനുഷ്യനായിട്ടാണോ ഇത്രയധികം മില്യൺ കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയത് എന്നായിരിക്കും അല്ലേ? അപ്പൊ അതിനെയൊക്കെ കുറിച്ച് വഴിയെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നലെ ഞാൻ ഇട്ടിരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഡ്രഗ്സിന്റെ ഉപയോഗം, അതായത് സ്പീഡ് ഡ്രഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഇരുമുഖൻ സിനിമയിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു സ്പീഡ് ഡ്രഗിനെ കുറിച്ചിട്ടാണ്. കാണാത്ത ഒത്തിരി പേരുണ്ട്, ദയവ് ചെയ്ത് അതൊന്ന് കാണുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിറ്റ്ലറിന്റെ നന്മ എന്ന് പറയുന്ന ഒരു വശം, മനുഷ്യനായിട്ട് ജനിച്ചതിന് ശേഷം നന്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത്, ജൂതന്മാരുടെ കൂട്ടക്കൊലകളെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോ. ഒരു കള്ളം ആവർത്തിച്ച് പറയുകയാണെങ്കിൽ അത് സത്യമായിട്ട് വിശ്വസിക്കപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഹിറ്റ്ലർ. അദ്ദേഹത്തിന്റെ ലൈഫിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തൊരു വസ്തുത കൂടെയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, എന്തെങ്കിലും ഒരു കള്ളത്തനം നമ്മുടെ മുന്നിൽ വന്നു നിന്നിട്ട് സത്യമിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അച്ഛനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ ഒക്കെ സത്യമായിട്ട് പറയുന്ന ഒരു സമ്പ്രദായം നമുക്കിടയിലുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം വിശ്വസിക്കും എന്നുള്ളത് മറ്റൊരു വശം കൂടെയാണ്. പൂർണ്ണമായിട്ടും അല്ലെങ്കിലും ആ ഒരു നിമിഷത്തെങ്കിലും നമ്മൾ അതിനെ വിശ്വസിച്ചു പോകും അല്ലേ? അപ്പൊ ആ ഒരു തിയറി ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ഇദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തൊരു വിഷയം കൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഉറ്റ സുഹൃത്തായിട്ടുള്ള ഗീബർട്ടിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ക്രൂര കൊലപാതകങ്ങളും മറ്റ് ഹീന പ്രവൃത്തികളും ഒക്കെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് തടി തപ്പുന്ന ഒരു പരിപാടിയും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെ ആയിരുന്നാലും ഇപ്പം മുസോളിനി, ഹിറ്റ്ലർ ഇങ്ങനെയുള്ള പേരുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മനസ്സിനകത്ത് നന്മയുടെ പ്രതീകമാണ് എന്ന് പറഞ്ഞൊരു നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വരത്തില്ല അല്ലേ? നമ്മൾ അവരെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആൾക്കാർ. ക്രൂരകൃത്യം, പിന്നെ ദയയോ അല്ലെങ്കിൽ മനസ്സലിവോ ഒന്നും മനുഷ്യന്റെ സ്വഭാവത്തിനിണങ്ങുന്ന ഒരു കാര്യങ്ങളും ഇല്ലാത്ത ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരായിട്ട് ആണ് നമ്മുടെ മനസ്സിൽ അവരെ ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ, നമ്മളാണെങ്കിൽ അവരെ കണ്ടിട്ടില്ല, അവരുടെ ക്രൂരകൃത്യങ്ങൾക്ക് ഇരയായിട്ടും ഇല്ല. അങ്ങനെ ഇരയായവരെ നമുക്ക് വലുതായിട്ട് പേഴ്സണലി പരിചയമില്ല. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ തിന്മയായിട്ട് നമ്മൾ അവരെ കാണാൻ ശ്രമിക്കുന്നത്? നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രൂപപ്പെട്ടു വന്നത്? തീർച്ചയായിട്ടും അത് ചരിത്രം കാരണം തന്നെയാണ്. അവരുടെ ചരിത്രം നമ്മൾ വായിച്ചതിലൂടെയും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിലൂടെയും, ഈ ഹിറ്റ്ലർ, മുസോളിനി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കൂളിൽ ചരിത്രം പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ കേൾക്കുന്ന പേരുകളാണ് അല്ലേ? അപ്പൊ ആ ഒരു പഠിത്തത്തിൽ നിന്ന് തന്നെയാണ്, ചരിത്രത്തിൽ നിന്ന് തന്നെയാണ് ഇവരെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, മോശമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇനി ഒന്ന് പറയട്ടെ, ഇപ്പം ഒരു മനുഷ്യനിൽ നന്മയുണ്ടാവും തിന്മയുണ്ടാകും. അതായത് ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ. ഇപ്പോൾ ഒരാളുടെ സ്വഭാവത്തിൽ നന്മയുടെ വശമാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അവർ ചെറിയ തിന്മകളൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരാൾ ഭയങ്കര ക്രൂരകൃത്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നാൽ അയാളുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ നന്മകളും ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമില്ലേ, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരാളുണ്ടാവും അല്ലെ? ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരാൾ, ഒത്തിരി അധികം മാർക്ക് വാങ്ങുന്ന ഒരാൾ. അങ്ങനെ ഒരു കുട്ടി ചെറിയ രീതിയിൽ ഒരു കോപ്പി അടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കള്ളത്തിനോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ടീച്ചർമാർ തന്നെ പല അവസരത്തിലും കണ്ണടച്ച് കളയാറുണ്ട്. അതിനെ വലിയ രീതിയിൽ ഒരു ഇഷ്യൂ ആക്കുകയോ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാറില്ല പലപ്പോഴും. അതേസമയം അധികം ടീച്ചർ ഒന്നും ശ്രദ്ധിക്കപ്പെടാത്തൊരു കുട്ടി അല്ലെങ്കിൽ നല്ല ഒരു ഇമേജ് ക്ലാസ്സിൽ ഇല്ലാത്തൊരു കൊച്ചാണ് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അതെന്ത് ചെയ്യും, അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയ ഇഷ്യൂ ആയി മാറും അല്ലേ? അത് നമ്മൾ നോർമൽ ലൈഫിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഇതേ സംഭവം തന്നെയാണ് പല മഹാത്മാന്മാരുടെ രീതിയിലും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും വന്നത്. അവരുടെ ക്രൂരകൃത്യങ്ങളും മറ്റും നമ്മൾ എല്ലാവരും നോട്ട് ചെയ്യാറുണ്ട്, അതേസമയം അല്ലെങ്കിൽ ചരിത്രത്തിൽ എഴുതപ്പെടാറുണ്ട്. അതേസമയം അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ നന്മകൾ ആരും കാണാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും ഹിറ്റ്ലർ ഒരു നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം ഈ ക്രൂരകൃത്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും അല്ല കേട്ടോ. അവരിലും ഒരു ചെറിയ മനുഷ്യത്വം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നന്മയുടെ പ്രതീകമായിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ല എങ്കിൽ
ആരെങ്കിലും ഒരു ചെറിയ നന്മയെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു അന്വേഷണം മാത്രമാണ് ഈ ഒരു വീഡിയോ. ശരിക്കും ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ നന്മയുടെ അംശം ഉണ്ടായിരുന്നോ? ഇതിനെക്കുറിച്ച് ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ 1939 ഹിറ്റ്ലറിനെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതും സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. നോബൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയധികം ഉന്നതമായ ഒരു പ്രൈസ് ആണെന്ന് നമുക്കറിയാല്ലേ. അതിലും സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് എന്ന് പറഞ്ഞാലോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ നോബൽ പ്രൈസ് ഇതുവരെയായിട്ട് ലഭിച്ചിട്ടുള്ളൂ. അതിലും സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മദർ തെരേസയ്ക്കാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുമോ? പക്ഷേ എന്ത് പറഞ്ഞിരുന്നാലും 1939 നോമിനേഷൻ ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഇതൊരു കാര്യം. അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ ഈ മില്യൺ കണക്കിന് ജൂതന്മാരെയ ഹിറ്റ്ലർ കൊന്നൊടുക്കിയത് എന്ന് പറഞ്ഞാൽ ജൂതൻ എന്ന് പറയുന്ന ഒരു സമൂഹം ഈ ഭൂമിയിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനോടെ എന്തുമാത്രം ക്രൂരകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയെന്ന്, എത്ര പേരെ കൊന്നൊടുക്കിയെന്ന് നമുക്ക് കയ്യും കണക്കുമില്ല. കോൺസെൻട്രേഷൻ ക്യാമ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ വെടിവെച്ചും മറ്റ് ഗ്യാസ് ചാമ്പറെന്നും പല രീതിയിലും കൊന്നെടുക്കപ്പെടുകയുണ്ടായി. എന്നാൽ ഇദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലറിന് ആദ്യമായിട്ട് പ്രണയം തോന്നിയ ഒരു പെൺകുട്ടി ജൂത പെൺകുട്ടിയാണെന്ന് പറയപ്പെടുന്നു. അന്ന് പേടി കാരണം അത് അവരോട് തുറന്നു പറഞ്ഞില്ല. അതിനുശേഷം തൻ്റെ 16-ാം വയസ്സിൽ പ്രണയ കവിതകൾ എഴുതുമായിരുന്നു എന്നാ പറയുന്നത്. ആരാ? ഹിറ്റ്ലർ കവിത എഴുതുകയോ, അതും പ്രണയ കവിത. ഇത് നമുക്ക് എന്താ അത്രത്തോളം ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, അപ്പൊ തന്നെ പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നും പറയുന്നു. അത് നമ്മുടെ അവസാന കാലഘട്ടം ഹിറ്റ്ലറിന്റെ അവസാന കാലഘട്ടത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാല്ലേ. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ആത്മഹത്യയിൽ കൂടെ തന്നെയായിരുന്നു മരണപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും സൂയിസൈഡ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലർ ഒരു സസ്യാഹാരി ആയിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്യോർലി വെജിറ്റേറിയൻ. മൃഗക്കടത്തിനെതിരെ അതുപോലെ തന്നെ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരകൃത്യങ്ങൾ ഇവയ്ക്കെതിരെയൊക്കെ നിയമം അദ്ദേഹം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഇനി രാസനിർമ്മാണത്തിന്റെ അതായത് രാസവസ്തുക്കളുടെ നിർമ്മാണത്തിൽ 1-ാം സ്ഥാനം നിന്നിരുന്നത് ജർമ്മനി ആയിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100% ക്വാളിറ്റിയുള്ള മരുന്നുകളായിരുന്നു അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഒത്തിരി അധികം ഇതിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മരുന്നുകളിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മൃഗവേട്ടയ്ക്കെതിരെയും അദ്ദേഹം ശക്തമായിട്ടുള്ള നിയമം പാസ്സാക്കിയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാൻ പറയുന്നതാണ്, അതുകൊണ്ടായിരിക്കും അവരത് മനുഷ്യരിൽ പരീക്ഷിച്ചതല്ലേ. അതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അങ്ങനെ ആയിരിക്കാം. ഓക്കെ, എങ്ങനെയായിരുന്നാലും അദ്ദേഹം ഈ മൃഗവേട്ടയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്പീഡ് ഡ്രഗിനെ കുറിച്ച് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അതായത് ഉത്തേജക മരുന്ന് ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിരുന്നുവെന്നും അതിന് എത്രത്തോളം അടിമപ്പെട്ടിരുന്നുവെന്നും അത് മാത്രമല്ല അവിടുത്തെ സാധാരണ ജനങ്ങൾ ഈ ഒരു ഡ്രഗ്സിൽ അടിമപ്പെട്ട് അവർക്കുണ്ടായ അനന്തരഫലമൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുകവലിക്കെതിരെയും അതായത് പുകവലി ഉൽപ്പന്നങ്ങൾക്കെതിരെയും ലോകത്തിൽ ആദ്യമായിട്ട് സാധാരണ ജനങ്ങളെ വിളിച്ചു കൂട്ടി റാലി നടത്തിയത് ഹിറ്റ്ലറാണെന്ന് പറയപ്പെടുന്നു. അത് മാത്രമല്ല, പുകവലി നിരോധിക്കണമെന്നും പുകവലി ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് കൂട്ടണമെന്നും അതായത് നികുതി കൂടുതൽ ചെലുത്തണമെന്നും ഒക്കെ ഉള്ള ആവശ്യങ്ങൾ ഹിറ്റ്ലർ പറഞ്ഞിരുന്നുവെന്നും പറയപ്പെടുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ നന്മയുടെ അംശം ഉണ്ടായിരുന്നോ എന്ന് ഉള്ള ചോദ്യത്തിനുള്ള ചെറിയൊരു വിവരണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അന്നത്തെ ജൂതന്മാരെ കൊന്നൊടുക്കിയതിനെ കുറിച്ച് ഒരു ചെറിയൊരു വിവരണം മാത്രമാണ് കേട്ടോ. 2-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിന് ശേഷം നാസികൾ കൊന്നൊടുക്കി എന്ന് പറയുന്നത് 6 മില്യൺ ജൂതന്മാരെ ആയിരുന്നു. 6 മില്യൺ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര ജനമാണ്. ഓക്കെ, എങ്ങനെയായിരുന്നാലും അതിനുശേഷം വന്ന വാർത്തകളും പുറത്തു വന്ന പത്രത്തിൽ വന്ന വാർത്തകളും 6 മില്യൺ ജൂതന്മാരെ കൊന്നൊടുക്കിയെന്ന് തന്നെയായിരുന്നു. അപ്പൊ അവിടെ ജൂതന്മാരുടെ കാര്യമോ പറയുന്നത്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നിരിക്കില്ലേ, അടിമകൾ ഉണ്ടായിരുന്നിരിക്കില്ലേ? അപ്പൊ ശരിക്കുള്ള കണക്ക് എത്രയാണ്? എങ്ങനെയായിരുന്നാലും ജൂതന്മാര് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാണ് ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അതായത് 1940 മുതൽ 1945 വരെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മരണപ്പെട്ട ജൂതന്മാരുടെ കണക്ക് അവരുടെ ഒരു മാർബിളിൽ രേഖപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു.
എന്നാൽ കാലക്രമേണ മാർബിളൊക്കെ പുതുക്കി പണിതത് കൊണ്ടായിരിക്കാം 6 മില്യൺ എന്ന് പറയുന്നത് 4 മില്യനായി കുറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തുമാത്രം ആൾക്കാർ അത് വീണ്ടും മരണസംഖ്യ കുറയുന്നു എന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. 6 എന്ന് പറയുന്ന സംഖ്യ തന്നെ 2ാം ലോക മഹായുദ്ധ കാലത്ത് ഒരു ഫാന്റസി നമ്പർ ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ 6 മില്യൺ 4 മില്യനായിട്ട് കുറഞ്ഞു. അത് കാലക്രമേണ വീണ്ടും 1.5 മില്യനായിട്ട് കുറഞ്ഞു. അപ്പം ശരിക്കും അവിടെ എന്തുമാത്രം ജനങ്ങൾ, എന്തുമാത്രം ജൂതന്മാർ മരണപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. ഇവരുടെ കൂട്ടക്കൊലയെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു അവിടെ. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതിൽ 52 ക്രെമറ്ററി ഓവൻസ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ക്രെമറ്ററി ഓവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ശരീരം, ജൂതന്മാരുടെ ശരീരം ദഹിപ്പിക്കാനുള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 52 ക്രെമറ്ററി ഓവൻസും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അതായത് അതിന് റെസ്റ്റ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം ജനം, എന്തുമാത്രം മനുഷ്യരായിരിക്കും അവിടെ കൊന്നു തള്ളപ്പെട്ടത് അല്ലേ. ഇത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു 6 കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ കാര്യമായി പറയുന്നത്. ബാക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുള്ള ആൾക്കാരെ അവർ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അവരുടെ ഈ ബോഡി കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ കടന്നുവരവോടെ ഈ കുഴിച്ചിട്ട ബോഡികൾ പുറത്തെടുക്കുകയും അതിനുശേഷം അവരെ ബാർബർക്യൂ, അതായത് കൂട്ടത്തോടെ കത്തിച്ചു എന്നും പറയപ്പെടുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമൊക്കെ ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥ. അപ്പോൾ പട്ടിണി അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പട്ടിണി ഉണ്ടായിരുന്നോ, എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 1939 ശേഷം, അതായത് യുദ്ധത്തിന് മുമ്പ് ഈ ജൂതന്മാരെ ഒന്നും പുറത്തു കടക്കാൻ ആരും അനുവദിച്ചിരുന്നില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു മാസ് പ്രൊട്ടക്ഷൻ വേണമായിരുന്നു. അതായത് വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫുഡ്, ക്ലോത്ത്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ജൂതന്മാരുടെ ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഇവരെ പുറത്തു കടക്കാൻ അനുവദിച്ചിരുന്നില്ല. അതിനുശേഷം ഈ യുദ്ധമൊക്കെ മുറുകി വന്ന ഒരു സമയം യൂറോപ്പ് രാജ്യങ്ങളൊക്കെ ഒന്ന് വിജയിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ വന്നല്ലോ. ആ ഒരു സമയത്ത് ജർമ്മനിയിൽ ഉണ്ടാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഫുഡ്, മെഡിസിൻ ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നതിന് തടസ്സം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാർക്ക് പോലും പട്ടിണി അനുഭവിക്കേണ്ടി വന്നു. അവർക്ക് പോലും ഫുഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് പോലും പട്ടിണി അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ജർമ്മനിയുടെ ശത്രുവായിരുന്നല്ലോ ജൂതന്മാരെന്ന് പറയുന്നത് അല്ലേ. ജർമ്മനിക്ക് ശത്രുക്കളായിരുന്നല്ലോ ജൂതന്മാർ. അതുകൊണ്ടല്ലോ ഇത്രയും പേര് കൊന്നൊടുക്കുന്നത്. അപ്പം ഈ ശത്രുക്കളുടെ കാര്യം പറയണോ? അവർക്ക് വേണ്ടതേ കിട്ടുന്നില്ല. അപ്പം ശത്രുക്കളുടെ കാര്യം പറയണോ, അല്ലെങ്കിൽ ജൂതന്മാരുടെ കാര്യം പറയണോ? അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി മൂലവും അവിടെ ഒത്തിരി പേര് മരണപ്പെട്ടു എന്നുള്ളതാണ്. എന്തൊക്കെ ആയിരുന്നാലും കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഉള്ള കാലഘട്ടത്തിൽ ഒരിക്കലും ഇതുപോലുള്ള ഒരു മ്ലേച്ഛമായിട്ടുള്ള സംഗതികൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെ മനുഷ്യന്മാരെ അടിമത്തത്തിന് അടിമയാക്കുന്നതിനും ക്രൂരകൃത്യങ്ങൾ നടത്തുന്നതിനും ഒന്നും ഇടയാവാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത് ഞാനൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ചൊരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ പക്ഷേ ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.